കൽക്കി 2898 AD ഇപ്പോൾ കണ്ടു വന്നതേ ഉള്ളൂ. നല്ല മൂവി, എല്ലാ രീതിയിലും നല്ല മൂവിയാണ്. പോയി കാണുക. ശരിക്കും ഒരു ബോംബ് പടം എന്ന് കരുതി പോയ പടമാണ്. ഒരു എക്സ്പെക്റ്റേഷനും ഒന്നുമില്ലാണ്ട്, ട്രെയിലറിലൊന്നും ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലായിരുന്നു. അങ്ങനെ പോയി കണ്ട പടമാണ്. ബട്ട് നല്ല മൂവി. നമ്മുടെ പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ ഇതൊക്കെ വെച്ച് അതൊക്കെ കോർത്ത് ചേർത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു നല്ല വർക്ക്. അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നല്ല മൂവി. നമ്മുടെ എന്താ പറയുക, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് പുരാണങ്ങളിൽ. അതൊക്കെ അത് അങ്ങനെയുള്ള കുറച്ച് നമുക്ക് പുരാണങ്ങളൊക്കെ കൂടുതൽ അറിയുന്നവർക്ക് ഇത് കാണുമ്പോൾ ഒരു രോമാഞ്ചം തോന്നാം. എന്താ പറയുക, നമുക്ക് കൈയടിക്കാനൊക്കെ തോന്നുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ആർക്കും ഇഷ്ടപ്പെടുന്നൊരു മൂവിയാണ്, ഇഷ്ടപ്പെടാതിരിക്കാൻ വകുപ്പില്ല. നല്ല മൂവിയാണ്, പോയി കാണുക. പോയി കണ്ട വർത്താണ്. തിയേറ്ററിൽ തന്നെ 3Dയിൽ എക്സ്പീരിയൻസ് ചെയ്യുക, 3Dയിൽ തന്നെ പോയി കാണുക. ഞാൻ പ്രത്യേകം പറയുന്നത് 3Dയിൽ തന്നെ പോയി കാണുക, 3Dയിൽ എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല മൂവിയാണ്, സീരിയസ്ലി നല്ല മൂവിയാണ്. പോരായ്മകൾ പറയാനാണെങ്കിൽ ഗ്രാഫിക്കൽ വൈസ് ചെറിയ പോരായ്മകൾ എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാഫിക്സ് ആണെന്ന് തോന്നുന്ന കുറച്ച് ഏരിയാസൊക്കെ തോന്നും. എന്നാലും അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. ബാക്കി എല്ലാ രീതിയിലും, മേക്കിംഗ് വൈസ് ആണെങ്കിലും ഡയറക്ഷൻ വൈസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ടെക്നിക്കലി നല്ല രീതിയിൽ എടുത്തേക്കുന്ന നല്ലൊരു മൂവി, നല്ലൊരു കൊമേഴ്ഷ്യൽ മൂവി. പോയി തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യുക. നല്ല മൂവിയാണ്. പ്രഭാസിൻ്റെ ലാസ്റ്റ് പടങ്ങൾ പോലല്ല, ബോംബല്ല. ഓക്കെ, പോയി കാണുക. ഞാനീ പറയുന്ന റിവ്യൂ അല്ലെങ്കിൽ ഞാനീ പറയുന്ന ഒപ്പീനിയൻ ജെന്യൂൻ ആണെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.